എന്താണ് ധനമന്ത്രി സംസ്ഥാന ബജറ്റിൽ പരാമർശിച്ച സൂര്യോദയ മേഖലകളും സൂര്യാസ്തമയ മേഖലകളും? സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്ന നവവ്യവസായങ്ങളാണ് സൂര്യോദയ മേഖലകൾ. വിനോദസഞ്ചാരം, ആരോഗ്യം, IT തുടങ്ങിയ മേഖലകളെ സൂര്യോദയ മേഖലകളായി പരിഗണിക്കും. സാമ്പത്തിക വളർച്ചയ്ക്ക് കാര്യമായ സംഭാവന നൽകാത്ത പരമ്പരാഗത വ്യവസായ മേഖലകളെ സൂര്യാസ്തമയ മേഖലകളായും കണക്കാക്കും. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് 2024-25 ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള പുതിയ വ്യവസായ മേഖലകളെ പരിപോഷിപ്പിക്കുക വഴി സമ്പദ്ഘടനയിൽ ഉന്നത വളർച്ചാ നിരക്ക് നേടാനാകുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. പുതുതലമുറ സ്റ്റാർട്ടപ്പുകൾ സമ്പദ്ഘടനയ്ക്ക് കരുത്തു നൽകും. ഇതിലൂടെ വൻ മൂലധന നിക്ഷേപം ആകർഷിക്കാനും സമ്പദ്വ്യവസ്ഥയ്ക്ക് കഴിയും. ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്നവരാണ് സർക്കാരിന്റെ ലക്ഷ്യം. ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന സൂര്യോദയ മേഖലകളിലെ വ്യവസായങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അതിവേഗ വളർച്ചയുണ്ടാക്കാനാകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. ബീച്ചുകളും കായലുകളും ആയുർവേദവും ഉത്സവങ്ങളും തുടങ്ങിയവ ഉൾപ്പെടുന്ന സമഗ്ര ടൂറിസം പദ്ധതിയാണ് കേരളത്തിന്റെ പ്രധാന സൂര്യോദയ മേഖല. കൺവെൻഷൻ സെന്ററുകൾ, ഹോട്ടൽ വ്യവസായം തുടങ്ങിയവയും ടൂറിസം മേഖലയുടെ ഭാഗമാണ്. ഇന്നവേറ്റീവ് ആശയങ്ങളുള്ള സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടുന്ന IT മേഖല വഴിയും സാമ്പത്തിക വളർച്ചയ്ക്ക് ബൂസ്റ്റർ നേടാനാവും. ഉന്നത നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾക്കും ആശുപത്രികൾക്കുമൊപ്പം ആരോഗ്യ ടൂറിസവും കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കരുത്തുപകരുന്ന മേഖലകളായി സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നു. ഇതാണ് KN ബാലഗോപാൽ പ്രഖ്യാപിച്ച സൂര്യോദയ മേഖലകളും അതിന്റെ പ്രസക്തിയും. സൂര്യാസ്തമയ മേഖലകളെന്ന് സർക്കാർ തിരിച്ചറിയുന്ന പരമ്പരാഗത വ്യവസായത്തിന് കാര്യമായ പരിഗണന ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. കശുവണ്ടി സംസ്കരണം, കയർ വ്യവസായം, നെയ്ത്ത്, കൈത്തറി, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകൾ സമ്പദ്ഘടനയ്ക്ക് കാര്യമായ ഊർജം നൽകുന്നില്ല. അതിനാൽ തന്നെ ഇത്തരം സൂര്യാസ്തമയ മേഖലകൾക്കുള്ള പ്രോത്സാഹനം കുറയും. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതും ഉത്പാദനവും സൂര്യോദയ മേഖലകളിലേക്കാകും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാധാരണ സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറമുള്ള സാമ്പത്തിക ഊർജം നേടാനാണ് സൂര്യോദയ മേഖലകളിലേക്ക് സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പോയകാല ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും കാര്യമായ ചുവടുമാറ്റമാണ് ധനമന്ത്രി KN ബാലഗോപാലിലൂടെ LDF സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനവും. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.